നമ്മളുണ്ടല്ലോ ചിലപ്പോൾ ഇങ്ങനെ പറയില്ലേ, നീ വിളിച്ചെങ്കിൽ ഞാൻ കല്യാണത്തിന് വന്നേനെ, നീ എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊന്ന് സഹായിച്ചേനെ, നീ എന്നോട് നേരത്തെ ഇവിടെ വന്നിരുന്നെങ്കിൽ നമ്മൾ ഒന്നിച്ച് പോയേനെ. ഇങ്ങനെ നമ്മൾ പറയില്ലേ, നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നേനെ, അവൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ, നീ അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ എടുത്തേനെ. ഇങ്ങനെ പറയുന്ന സെന്റൻസുകൾ എങ്ങനെയാണ് എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കണം. ഇത് നമ്മൾ ഇഫ് ക്ലോസ് എന്നൊക്കെ പറയും. അതൊന്നും നമ്മളിപ്പോൾ പഠിക്കുകയോ കേൾക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതൊക്കെ അറിയണമെങ്കിൽ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട്, ഞാൻ തരാം കേട്ടോ. അപ്പൊ ആ പേരുകളൊന്നും നമ്മളിപ്പോൾ ഇവിടെ പറയുന്നില്ല. ഇങ്ങനെയുള്ള സെന്റൻസുകൾ എങ്ങനെ പറയാം എന്ന് മാത്രമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അതിലൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നീ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നേനെ എന്നാണ് പറയേണ്ടത്, അല്ലെ? നീ വിളിച്ചിരുന്നെങ്കിൽ, ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കുണ്ട്. എന്തുണ്ട്? വിളിച്ചിരുന്നെങ്കിൽ, എങ്കിൽ എന്ന് പറയാനുള്ള ഒരു വാക്ക്. എങ്കിൽ എന്ന് പറയാനുള്ള വാക്ക് ഇംഗ്ലീഷിൽ എന്താണ്? ഇഫ് ആണ്. ഓർത്തു വെക്കുക, ഇഫ് ആണ്. എങ്കിൽ അല്ലെങ്കിൽ എന്നിരുന്നാലും എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇഫ് ആണ്. അപ്പൊ നിങ്ങൾ ഒരു ട്രിക്ക് ഓർത്തിരിക്കേണ്ടത് എന്താണെന്നോ, നീ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നേനെ. ഇത് കുറെ ടെൻസസ് ഉണ്ട് കേട്ടോ. അവന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ. ഇങ്ങനെ നമ്മൾ എങ്കിൽ എന്ന രീതിയിലുള്ള ഒരു സെന്റൻസ് ആണ് നമുക്ക് പറയേണ്ടതെങ്കിൽ ഓർത്തു വെക്കുക, ഈ എങ്കിലായിരിക്കും നമ്മൾ ആദ്യം ഉപയോഗിക്കുക. നമ്മൾ ആദ്യമായി എങ്കിൽ എന്ന ഇഫിനെ പറഞ്ഞിട്ട് വേണം ബാക്കി പറയാൻ. ഓർത്തിരുന്നല്ലോ, ഇഫ് നമ്മൾ ആദ്യം പറഞ്ഞിട്ട് വേണം നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ. ഇനിയിപ്പൊ നിങ്ങളിത് തെറ്റിക്കില്ലല്ലോ. അപ്പൊ നമ്മൾ പറയുന്നതാണ്, നീ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വന്നേനെ, നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സഹായിച്ചേനെ എന്നാണ് നമുക്ക് പറയേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗമാണിത് പഠിക്കേണ്ടത്. പറഞ്ഞിരുന്നെങ്കിൽ, വിളിച്ചിരുന്നെങ്കിൽ, അവള് ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനെ. അപ്പൊ നമുക്ക് എങ്കിൽ എന്നൊരു ഭാഗമാണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പോ അവിടെ നമുക്ക് വേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, എങ്കിൽ ആദ്യം വേണം, ഇഫ് വേണം, സബ്ജക്റ്റ് വേണം, ഹാഡ്, വെർബ്, തേർഡ്. അപ്പൊ നീ വിളിച്ചിരുന്നെങ്കിൽ, നീ പറഞ്ഞിരുന്നെങ്കിൽ, അവര് കഴിച്ചിരുന്നെങ്കിൽ, ഇങ്ങനെ നമുക്ക് പറയണമെങ്കിൽ ഇഫ് വേണം, സബ്ജക്റ്റ്, ഹാഡ്, V3. ഓർത്തു വെച്ചോളൂ. നീ മഴ പെയ്തിരുന്നെങ്കിൽ, പിന്നെ എന്തായിരുന്നു, പിന്നെ അവള് വന്നിരുന്നെങ്കിൽ, അവര് സംസാരിച്ചിരുന്നെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ ഇഫ്. ഞാൻ വീണ്ടും വീണ്ടും പറയാൻ കാര്യം നിങ്ങളുടെ മനസ്സിലോട്ട് ഇത് പതിയണം. ഇഫ്, സബ്ജക്റ്റ്, ഹാഡ്, V3. അപ്പൊ നമ്മൾ പറയണം, അവള് ചോദിച്ചിരുന്നെങ്കിൽ, അതാണ് നമുക്ക് പറയേണ്ടത്. ഇഫ്, സബ്ജക്റ്റ്, ഷീ ഹാഡ്, ചോദിക്കുക, ആസ്ക്, ആസ്ക്ഡ്. ഇഫ് ഷീ ആസ്ക്ഡ് മീ, എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ. ഇഫ് ഷീ ആസ്ക്ഡ് മീ, എന്നോട് അവൾ ചോദിച്ചിരുന്നെങ്കിൽ. ക്ലിയർ ആയല്ലോ? ഇപ്പൊ എളുപ്പമായല്ലോ. പിന്നെ അവൻ വിളിച്ചിരുന്നെങ്കിൽ, ഇഫ് ഹി ഹാഡ് കോൾഡ്, അവൻ എന്നെ വിളിച്ചിരുന്നെങ്കിൽ. ഇഫ് ഹി ഹാഡ് കോൾഡ് മീ. അവൻ വന്നിരുന്നെങ്കിൽ, ഇഫ് ഹി ഹാഡ് കം ഹിയർ, അവൻ ഇവിടെ വന്നിരുന്നെങ്കിൽ. അപ്പൊ ഈ എങ്കിൽ ഭാഗം പഠിച്ചല്ലോ, എങ്ങനെയാണ് പറയേണ്ടത്? അവർ വിളിച്ചിരുന്നെങ്കിൽ, എങ്ങനെ പറയും? അവർ വിളിച്ചിരുന്നെങ്കിൽ. എങ്കിൽ എന്ന ഭാഗം ആദ്യം വേണം. ഇഫ് ദേ ഹാഡ് ഇൻവൈറ്റഡ്, ക്ഷണിച്ചിരുന്നെങ്കിൽ. ഇഫ് ദേ ഹാഡ് ഇൻവൈറ്റഡ്, അവര് ക്ഷണിച്ചിരുന്നെങ്കിൽ. അപ്പൊ എങ്കിൽ എന്നുള്ള ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയി. എങ്കിൽ എന്നുള്ള ഭാഗത്തിന് നമ്മൾ ഇഫ്, സബ്ജക്റ്റ്, ഹാഡ്, V3 ഉപയോഗിച്ചു. ഇനി നമ്മൾ പറഞ്ഞത് എന്താണ്? അവൻ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ. ചോദിച്ചിരുന്നെങ്കിൽ എന്ന് എങ്ങനെ പറയണം? എങ്കിൽ വാക്ക് വന്നു. ഇഫ് അവൻ, ഹി ഹാഡ് ആസ്ക്ഡ് മീ, ഞാൻ കൊടുത്തേനെ, കൊടുത്തേനെ, പറഞ്ഞേനെ, ചെയ്തേനെ, കളിച്ചേനെ. ഇതിനെല്ലാം നമുക്ക് എന്ത് വേണം? ഓർത്തു വെക്കുക, would have V3. എന്ത് വേണം? would have V3. മനസ്സിലോട്ട് പതിഞ്ഞല്ലോ. അപ്പൊ ഇഫ് ഹി ഹാഡ്
ആസ്ക്ഡ് മീ, എന്നോട് അവൻ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ. I would have given it. have V3. I would have given it. ഞാനത് കൊടുത്തേനെ. ക്ലിയർ ആയല്ലോ? അപ്പൊ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയാൻ ഇഫ് സബ്ജക്റ്റ് ഹാഡ് V3. ഞാൻ ചെയ്തേനെ എന്ന് പറയാൻ സബ്ജക്റ്റ് വുഡ് ഹാവ് V3. ക്ലിയർ ആയല്ലോ? സംശയമുണ്ടോ? അവരെന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ പോയേനെ. എങ്കിൽ ഭാഗം ആദ്യം വേണം. ഇഫ് ദേ ഹാഡ് കോൾഡ് മീ, അല്ലെങ്കിൽ ഇഫ് ദേ ഹാഡ് ഇൻവൈറ്റഡ് മീ, എന്നെ ക്ഷണിച്ചിരുന്നെങ്കിൽ ഞാൻ പോയേനെ. ഐ വുഡ് ഹാവ്, പോവുക, ഗോ, വെന്റ്, ഗോൺ. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ഗോൺ വേണം. ഐ വുഡ് ഹാവ് ഗോൺ ദെയർ, ഞാൻ അവിടെ പോയേനെ. ക്ലിയർ ആയോ? ഇങ്ങനെ പഠിക്കുമ്പം അതൊരു എളുപ്പമുണ്ട് ഇല്ലേ? എളുപ്പമില്ലേ? അവൻ പഠിച്ചിരുന്നെങ്കിൽ പാസ്സായേനെ. ഇഫ് പഠിച്ചിരുന്നു എങ്കിലാണ് നമുക്ക് വേണ്ടത്. ഇഫ് ഹി ഹാഡ് സ്റ്റഡീഡ്, പഠിച്ചിരുന്നെങ്കിൽ അവൻ പാസ്സായേനെ. ഹി വുഡ് ഹാവ് പാസ്ഡ്, പാസ് ആയേനെ. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ചെയ്തിരുന്നെങ്കിൽ, പറഞ്ഞിരുന്നെങ്കിൽ, പഠിച്ചിരുന്നെങ്കിൽ എന്ന് പറയണമെങ്കിൽ ഇഫ് സബ്ജക്റ്റ് ഹാഡ് V3, ചെയ്തേനേം, പോയേനേം, പറഞ്ഞേനേം എന്ന് പറയണമെങ്കിൽ നമുക്ക് would have V3. ഇനി നമുക്ക് വലിയൊരു സെന്റൻസ് നോക്കാവേ. നിനക്ക് സഹായം വേണമെന്ന് നീ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്റെ വീട്ടിലോട്ട് വന്ന് നിന്റെ പണികളിൽ നിന്നെ സഹായിച്ചേനെ. അപ്പൊ നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സഹായിച്ചേനെ. അപ്പൊ അത് ബാക്കി കാര്യങ്ങളൊക്കെ എന്താ അതിനകത്ത് നമ്മൾ കൂട്ടിച്ചേർത്ത പൊടിപ്പും തൊങ്ങലും ചേർത്തതാണ് അല്ലെ. നിനക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ, സഹായങ്ങൾ വേണമെന്ന് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നിന്നെ സഹായിച്ചേനെ. അപ്പൊ നിങ്ങൾ പെട്ടെന്നൊന്ന് എഴുതി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളത് നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ചെയ്തോ. എന്തായിരുന്നു? നിനക്ക് ഹെൽപ്പ് ആവശ്യമുണ്ടെന്ന് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ, ഇഫ് യു ഹാഡ് ടോൾഡ് മീ, നേരത്തെ, earlier. If you had told me earlier that നിനക്ക് you needed help, സഹായം ആവശ്യമുണ്ടെന്ന് നീ എന്നോട് പറഞ്ഞിരുന്നു, നേരത്തെ പറഞ്ഞിരുന്നു എങ്കിൽ. If you had told me that you needed help, ഒന്നുകൂടി പറഞ്ഞേ. If you had told me that, എന്തിനാ ചേർക്കേണ്ടത്? അതൊക്കെ നമ്മളൊരു പഠിച്ച കാര്യമാണ്. ദാറ്റ് യു നീഡഡ് ഹെൽപ്പ് ആവശ്യമുണ്ടെന്ന് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നിന്നെ സഹായിച്ചേനെ എന്നുള്ള ഭാഗം മാത്രം നിങ്ങളൊന്ന് പറഞ്ഞേ. ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് യു. അപ്പൊ നിന്റെ വീട്ടിൽ വന്നേനെ. ഐ വുഡ് ഹാവ് കം. അപ്പൊ സഹായിച്ചേനെ ഐ വുഡ് ഹാവ് ഹെൽപ്ഡ്, വന്നേനെ ഐ വുഡ് ഹാവ് കം. അപ്പൊ നിന്റെ വീട്ടിൽ വന്ന് നിന്നെ സഹായിച്ചേനെ എങ്ങനെ പറയും? have come to your house, നിന്റെ വീട്ടിൽ വന്നേനെ. and helped you finish your work, നിന്റെ ജോലികൾ ഫിനിഷ് ചെയ്യാൻ ഞങ്ങൾ സഹായിച്ചേനെ. ക്ലിയർ ആയോ? സംശയം എന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ? അവിടെ നമ്മൾ കുറച്ച് ഭാഗം പൊടിപ്പും തൊങ്ങലും ചേർത്തന്നേ ഉള്ളൂ. ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്താണ്? പറഞ്ഞ് പഠിച്ചതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ ആയിരുന്നെങ്കിൽ, എന്ന് പറയാൻ നമ്മൾ ഇഫ് ഉപയോഗിച്ചു, സബ്ജക്ട് ഹാഡ് V3 ഉപയോഗിച്ചു. ഇനി എന്താണ്? ചെയ്തേനെ, പറഞ്ഞേനെ എന്ന് പറയാൻ വുഡ് ഹാവ് V3 ഉപയോഗിച്ചു. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ള തമ്പാണ് ആദ്യം കൊടുക്കേണ്ടത്. കാരണം ഇതൊരു ക്ലോസ് ആണ്. ക്ലോസ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ള ഒരു തമ്പ്. മനസ്സിലായില്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. രണ്ടും എന്റെ കമന്റ് ബോക്സ് ഇപ്പൊ തന്നെ നിങ്ങൾ ചെയ്തോ. അപ്പൊ ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഇന്നലെ നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്റെ ഒപ്പം വന്നേനെ. ഇന്നലെ നീ എന്നെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ നിന്റെ ഒപ്പം വന്നേനെ.
അപ്പോൾ പെട്ടെന്ന് നമ്മുടെ കമന്റ് ബോക്സ് ചെയ്തോ, നീ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു എങ്കിൽ ഞാൻ നിന്റെ ഒപ്പം വന്നേനെ. അപ്പൊ നിങ്ങൾ ഇത് കേട്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാവോ? ഇങ്ങനത്തെ സെന്റൻസ് നമ്മൾ എന്നും പറയേണ്ടതാ, നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന സെന്റൻസുകൾ തന്നെ. അപ്പൊ നിങ്ങളിത് പറഞ്ഞു പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, നമ്മൾ ഏപ്രിൽ മാസം 1-ാം തീയതി 30-ന് പിള്ളേരുടെ പരീക്ഷ കഴിഞ്ഞ് 1-ാം തീയതി മുതൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്രാമർ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ള പേരൻസ്, നിങ്ങളുടെ കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പാരൻസ് ഉണ്ട് എങ്കിൽ എൻ്റെ നമ്പർ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാം. അന്നത്തേക്കും ആവട്ടെ ഇന്നത്തേക്കും ആവട്ടെ. അതേപോലെ തന്നെ 1-ാം തീയതി കഴിഞ്ഞ് 2, 3, 4 ഞങ്ങൾ ഒരു ടൂറ് പോവുകയാണ്, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കില്ല. ഇനി ടൂറൊക്കെ പോയിക്കോ, പക്ഷെ നമ്മുടെ ക്ലാസ് ഓൺ ദ വേ ഒക്കെ നിങ്ങൾ കേൾക്കുക. നമ്മൾ പറഞ്ഞു തരുന്ന ഗ്രൂപ്പ് സെക്ഷനാണ്, അപ്പം നിങ്ങൾ കേൾക്കുക. അല്ലാണ്ട് ടൂറ് പോവുകയാണല്ലോ അല്ലെങ്കിൽ അമ്മ വീട്ടിൽ പോവുകയാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് നിങ്ങൾ ഈ ഒരു അവസരം നിങ്ങൾ കളയരുത്. ഇത് നിങ്ങൾ കേൾക്കുക, കേട്ട് തന്നെ പഠിക്കുക ഓൺ ദ വേ. അല്ലെങ്കിൽ ഒരു ഞാൻ പറഞ്ഞ 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ നിങ്ങൾക്ക് ക്ലാസ്സിലിരുന്ന് വീട്ടിലിരുന്നൊക്കെ കേൾക്കാവുന്ന കാര്യമേ ഉള്ളൂ. ശ്രമിച്ചാൽ പറ്റാത്തതൊന്നും നമുക്കില്ല, ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്തോളുക. നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക കേട്ടോ, നിങ്ങളുടെ മക്കളുടെ സീറ്റ് നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ വേറെ എന്താണ് വിശേഷങ്ങളൊക്കെ? കുട്ടികളുടെ പരീക്ഷയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ടെൻഷനിലാണ്. എൻ്റെ മോന് 10-ാം ക്ലാസ്സിലായിരുന്നു കേട്ടോ, CBSE ആയിരുന്നു, അതുകൊണ്ട് പരീക്ഷയെല്ലാം കഴിഞ്ഞു ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്നു. വേറെ എന്തുണ്ട്? എല്ലാവർക്കും വിശേഷങ്ങൾ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നോട് പലരും ചോദിക്കുന്നുണ്ട് ഒരു ചിറ്റ് ചാറ്റ് വീഡിയോ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്നോട് ചോദിക്കാനുള്ള കാര്യങ്ങൾ ഒക്കെ ചോദിച്ചുകൊണ്ടുള്ള അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് പലരും എന്നോട് വാട്സപ്പിൽ ചോദിച്ചു. എന്നോട് അങ്ങനെ ചോദിക്കാൻ മാത്രം പ്രത്യേകിച്ച് ഒന്നുമില്ല, അത് വേറൊരു കാര്യം. ഞാൻ സാധാരണയായ ഒരാളാണ്, എന്താ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ മാത്രമുള്ളയാ എനിക്കറിഞ്ഞൂടാ. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നിൽ നിന്ന് അറിയണം എന്ന് ഉണ്ട്, അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇതാ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ പറയാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പുതുമയുള്ള കാര്യങ്ങൾ ആ ചോദ്യത്തിൽ ഉണ്ട് എങ്കിൽ ഞാൻ അതിന് ഒരു വീഡിയോ ചെയ്യാം. അല്ലാണ്ട് പ്രത്യേകിച്ച് പുതുമയോ ഒന്നും എൻ്റെ ഇല്ല. സാധാരണക്കാരുടെ ഒരു ലൈഫ് എങ്ങനെയാണോ അതുപോലെ തന്നെ പോകുന്ന ഒരു ലൈഫാണ് എൻ്റേത്. അപ്പോൾ അങ്ങനെയൊന്നും പറയാനൊന്നും എനിക്കില്ല. ഇനിയിപ്പോൾ നിങ്ങൾ എന്നിൽ നിന്ന് എന്തെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടിയിൽ ചെയ്യാം. ഞാൻ വായിച്ചു നോക്കിയിട്ട് പറ്റി നോക്കുകയാണെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്. ഒത്തിരി പേർക്ക് എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നറിഞ്ഞു. അത് കാരണം എന്താണെന്നോ, നിങ്ങൾ ആ ഓൾ എന്ന ഓപ്ഷൻ, അത് ആ ബെൽ ബട്ടണിന് താഴെ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ ഇരിക്കുക. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.